ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇത് സാറ്റർഡേ ആണ്. ഞങ്ങളൊന്ന് ഇസ്കോൺ വരെ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇസ്കോൺ വരെ ഒന്ന് പോകാമെന്ന്. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. മെട്രോയിലാണ് പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പം നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ബെന്നിഗാനഹള്ളി എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടുന്ന് നമ്മൾ ആദ്യം മജസ്റ്റിക്കിൽ ഇറങ്ങണം. പിന്നെ അടുത്ത മെട്രോ കയറി നമ്മുടെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഇസ്കോൺ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ 2 മെട്രോ ഒക്കെ കയറി പോകണം. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പം താമസിക്കുന്നിടവുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഇതുവരെ പോകാത്തതുകൊണ്ട് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ നേരെ മെട്രോയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് മെട്രോ സ്റ്റേഷൻ. അവിടെ കയറി നമ്മൾ ഓൾറെഡി ആപ്പിൽ കൂടെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ടിക്കറ്റൊന്നും എടുക്കേണ്ട കാര്യമില്ല. നേരെ അങ്ങ് പോയാൽ മതി. അപ്പം നമ്മൾ മജസ്റ്റിക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് മടവര എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്ന ആ സൈഡിലേക്ക് പോകുന്ന മെട്രോയിലേക്കാണ് കയറേണ്ടത്. ഇവിടെ ഭയങ്കര തിരക്കാണ് മജസ്റ്റിക്കിൽ. എൻ്റെ ദൈവമേ, ഭയങ്കര തിരക്കായിരുന്നു. അല്ലെങ്കിലും തിരക്കൊക്കെ തന്നെയാണ്. ഇവിടെ വന്ന് ഇങ്ങനെ ഇതൊരു മീറ്റിംഗ് ഒരു പോയിൻ്റാണല്ലോ. ഇവിടുന്നാണ് പല സൈഡിലേക്ക് നമുക്ക് മെട്രോ ഇപ്പം കണ്ടോ. അപ്പം ഈ ടുവേർഡ്സ് മടവര ആ ഒരു ഭാഗത്തേക്കുള്ള മെട്രോയിൽ കയറി നമ്മൾ മഹാലക്ഷ്മി എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്കോൺ സൈഡ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വേണം നമ്മൾ പിന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പം അവിടുന്ന് നടക്കുമ്പോൾ തന്നെ വഴിയിലൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, കൈനോട്ടക്കാർ, അങ്ങനെയുള്ള ഒത്തിരി കൈനോട്ടക്കാരുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ തേങ്ങ വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇങ്ങനെ അലങ്കാര വസ്തുക്കൾ, കുരങ്ങൻ, ഗണപതി, ആമ, മറ്റേ മൂങ്ങ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഒരാളിരുന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. ഒത്തിരി പേര് അതിങ്ങനെ കണ്ടോ മേടിച്ച് എടുത്തൊക്കെ നോക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അങ്ങോട്ട് ഫുൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള ഇതെല്ലാം കൈനോട്ടക്കാരും മറ്റേ ജ്യോത്സ്യ കിളി, എന്നിട്ട് തത്തമ്മ വെച്ചുള്ള സംഭവവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഇസ്കോണിലേക്ക് നടക്കുന്ന ആ ഒരു ഫുട്പാത്ത് എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ നേരെ ഇസ്കോണിലേക്ക് എന്താ പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ ഉള്ളതുകൊണ്ട് ഇതെല്ലാം കണ്ടാണ് നടക്കുന്നത്. പിന്നെ ഇതേണ്ട് നമ്മുടെ തടി കൊണ്ടുള്ള മറ്റ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ, അതിന് വയലിൻ പോലത്തെ സംഭവത്തിന് വയലിൻ തന്നെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. അപ്പം വെഹിക്കിളിന് പോകാനൊരു വഴിയുണ്ട്, അവിടെ പോയി പാർക്ക് ചെയ്യാൻ. അതല്ലാതെ ദർശനത്തിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് കയറാനുള്ള ഈ ഒരു ക്യൂ ആണ്. അവിടെ നമ്മൾ ആദ്യം കയറുന്നിടത്ത് പൈസ കൊടുത്ത് നമുക്ക് ചെരുപ്പുകളൊക്കെ വെക്കാം, അല്ലാതെ പൈസ കൊടുക്കാതെ ചെരുപ്പുകളൊക്കെ വെക്കാം. അപ്പം ഞങ്ങൾ പൈസ കൊടുത്ത് ഒരു കവറിനകത്തിട്ട് ആണ് ചെരുപ്പുകളൊക്കെ വെച്ചത്, പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഒരു സ്റ്റാൻഡിൽ നമുക്ക് വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലഗേജുകൾ, ഇപ്പം ദൂരയാത്ര കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ ലഗേജുകളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ലഗേജും വെക്കാം. ഫോണും പേഴ്സും അല്ല, അങ്ങനെ വലിയ ലഗേജ് ഇല്ലാതെ ഫോണും പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കയറ്റാം. വലിയ ലഗേജുകളൊക്കെ നമുക്ക് ക്ലോക്ക് റൂം പോലെ സംഭവമുണ്ട്, അവിടെ നമുക്ക് കൊടുക്കാം. അപ്പം അതെല്ലാം കൊടുത്തൊരു നീണ്ട ക്യൂ ആണ്. നീണ്ട ക്യൂ എന്ന് വെച്ചാൽ കുറച്ച് നടക്കാനുണ്ട്. ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഏറെ നടക്കാനുണ്ട്. അപ്പം ആദ്യം തന്നെ ഈ ഒരു
ഇതൊരു ബ്രിഡ്ജ് പോലെ, ഈ ബ്രിഡ്ജിൽ കൂടി ഇങ്ങനെ നടന്നാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പം ചെല്ലുമ്പോൾ നമ്മൾ നേരെ എൻട്രൻസിൽ നമുക്ക് അമ്പലത്തിനകത്തേക്ക് കയറാനുള്ളിടത്തെത്തും. ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡാണ്. ഇവിടെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം. എല്ലാവരും വീഡിയോയും ഫോട്ടോയും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം പറ്റും. പക്ഷെ അമ്പലത്തിനകത്ത് മാത്രമേ ഉള്ളൂ എടുക്കാൻ പറ്റാത്ത, ക്യാമറ ഉപയോഗിക്കാൻ പറ്റാത്തത്. അമ്പലം നമ്മൾ തൊഴുന്നിടത്ത് മാത്രമേ നമുക്ക് ഫോട്ടോഗ്രാഫി അലോ ചെയ്യാത്തുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ തൊഴാൻ വേണ്ടിയിട്ട് കയറുകയാണ്. ഇതിപ്പോൾ ഒരു ഉച്ചയായ സമയം കേട്ടോ. ശനി ഞായർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 7:30 വെളുപ്പംകാലത്ത് ഒരു ആരതി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് കഴിഞ്ഞ് രാവിലെ 7:30 തൊട്ട് വൈകുന്നേരം 8:30 വരെ അമ്പലം തുറന്നായിരിക്കും. പക്ഷേ വീക്ക് ഡേയ്സിൽ, അതായത് തിങ്കൾ തൊട്ട് വെള്ളി വരെ വേറെ ടൈമിംഗാണ്, ഇടയ്ക്ക് അടച്ചിടും. പക്ഷെ ശനി ഞായറും ദിവസം ഇപ്പം വെളുപ്പിന് ഒരു ആരതിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അത് 4-4:30 സമയത്തുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 7 തൊട്ട് 8:30 വരെ അമ്പലം തുറന്നിടും. ഇതിനിടയ്ക്ക് ചില സമയങ്ങളിൽ ഈ ആരതി എന്ന് പറഞ്ഞ സംഭവം കാണണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വരണം. അത് ആ ഒരു ടൈമിങ്ങിനോടനുസരിച്ച് വരണം. അപ്പം ഞങ്ങൾ നേരെ തൊഴാൻ വേണ്ടിയിട്ട് കയറുക. ഇവിടെ 3 അമ്പലം പോലെ 3 നടയുണ്ട്. ആ 3 ആദ്യത്തെ നടയിൽ കയറി അതിനകത്ത് കയറി അതിങ്ങനെ 108 തവണ 108 സ്റ്റെപ്പിൽ ഇങ്ങനെ ഹരേരാമ ചൊല്ലിയാണ് നമ്മൾ കയറുന്നത്. അത് ഇച്ചിരി ടൈം, ആ ഒരു സമയം ഇച്ചിരി ടൈം ഇത് ചെയ്യുന്ന 108 തവണ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ഇങ്ങനെ ഹരേരാമ ചൊല്ലിയാണ് കയറുന്നത്. എന്നിട്ട് ആദ്യത്തേത് കയറി രണ്ടാമത്തേതിലും കയറി കഴിഞ്ഞുള്ള ഒരു വ്യൂ ആണ് ഇത്. രണ്ടാമത്തെ അകത്തും കയറി ആദ്യം ഒരു നരസിംഹമൂർത്തിയുടെ, പിന്നെ ഒരു നമ്മുടെ തിരുപ്പതി ഭഗവാനെ പോലൊരു ശ്രീനിവാസ ഗോവിന്ദ, ആ ഒരു ഭഗവാൻ. ആദ്യം നരസിംഹമാണ്, പിന്നെ ശ്രീനിവാസ ഗോവിന്ദൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് രാധയും കൃഷ്ണനും കൂടെ ഉള്ള ഒരു ഇത്. അപ്പം ഇതിപ്പം ആ രാധയും കൃഷ്ണനും കൂടെ ഉള്ള ഒരു ഇതിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഭാഗത്തെ ഒരു വ്യൂ ആയത്. അവിടെ ഒക്കെ നമുക്ക് ഫോട്ടോഗ്രാഫി അലോ ചെയ്യും. പക്ഷേ ഈ രാധയും കൃഷ്ണനും കൂടെ ഉള്ള അകത്തേക്ക് നമുക്ക് കയറാൻ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ബാക്കി 2 നടക്കകത്ത് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ആ ഒരു വ്യൂ. ഇനി നമ്മൾ ഈ ഒരു ക്യൂവിനകത്ത് കയറി നമ്മൾ ആ കൃഷ്ണൻ്റെയും രാധയുടെയും അടുത്തേക്കാണ് പോകുന്നത്. അവിടെ തൊഴുതിട്ട് പിന്നെ തീർന്നു. പിന്നെ നമ്മൾ അങ്ങ് എക്സിറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇറങ്ങി ആ ഒരു രാധയും കൃഷ്ണനും ഉള്ള ഭാഗത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ മധുര പലഹാരങ്ങളുടെ ഒരു ഏരിയയാണ്. ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. ഇതിപ്പം ഞാൻ ഒരു പോയിന്റിൽ എത്തിയപ്പോഴേ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്ത്. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പം തൊട്ട് ഇങ്ങനെ നമ്മുടെ രാമായണം അങ്ങനെ പുസ്തകങ്ങളും പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ സ്വീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് സ്വീറ്റ്സിൻ്റെ അങ്ങ് എന്താ പറയുന്നത്, ഇഷ്ടം പോലെ പേട തന്നെ പല വിധത്തിൽ, ജിലേബി, മഞ്ഞ ജിലേബി വേണോ ചുമന്ന ജിലേബി വേണോ ഏത് ജിലേബി, അതല്ലാതെ എന്താ പറയുന്നത് സ്വീറ്റ്സിൻ്റെ ഒരു മേളമാണ് അങ്ങോട്ട്, പലതരത്തിലുള്ള സ്വീറ്റ്സ്. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം വിൽക്കാൻ ഇരിപ്പുണ്ട്. അപ്പം അതെല്ലാം ഞങ്ങൾ ചുമ്മാ നോക്കി കണ്ടിട്ട് ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. ഞങ്ങൾ പേട വാങ്ങിച്ചു. എന്തെങ്കിലും നമ്മൾ ഇവിടെ വന്നല്ലേ, അപ്പം എന്തെങ്കിലും വാങ്ങിക്കാന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമുള്ള കാര്യമാണ് മിൽക്ക് പേട. നല്ല പേടയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം അത് വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അത് നമുക്ക് ഒരു ഭാഗത്ത് നമുക്ക് ഓരോന്നായിട്ടും ഒരു പീസായിട്ടും കിട്ടും. അതല്ലാതെ നമുക്ക് എന്താ പറയുന്നത് ഒന്നോടെ മീൻസ് ഒരു 3-4-5 ടിന്നിനകത്തും കിട്ടും. അതല്ലാതെ ഇപ്പം ഒരു പീസ് മാത്രം മതിയെങ്കിൽ അത് വേറൊരു ഇതിൽ ഒരു പീസായിട്ട് നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. അപ്പം അങ്ങനെ അവിടുന്ന് പിന്നെ കുറേ ഇങ്ങനെയുള്ള കൃഷ്ണൻ്റെയും പിന്നെ ഉണ്ണിക്കണ്ണൻ്റെയും അങ്ങനെയുള്ള ഉണ്ടല്ലോ വിഗ്രഹങ്ങളും കാര്യങ്ങളും, പിന്നെ പുസ്തകങ്ങൾ, ഈ
ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ പുസ്തകങ്ങളും കാര്യങ്ങളും. അത് കഴിഞ്ഞ് വീണ്ടും കണ്ടു സ്വീറ്റ്സിൻ്റെയും പിന്നെ പക്കോട കാര്യങ്ങളും എല്ലാം ഉണ്ട്. സ്വീറ്റ്സ് മാത്രമല്ല, എന്നാലും കൂടുതലും പലതരത്തിലുള്ള സ്വീറ്റ്സാണ്, മധുരമാണ് കൂടുതലും ഉള്ളത്. അതല്ലാതെ മുറുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഈ ബട്ടർ മുറുക്ക് അത് ഇത്. പിന്നെ ഇങ്ങനെ പക്കോടകൾ, പിന്നെ മറ്റേ പൊട്ടറ്റോ ഫ്രൈ, ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ സംഭവം അതുമുണ്ട്. പിന്നെ പേസ്ട്രീസും പല തരത്തിലുള്ള പേസ്ട്രീസ്, ഡോണട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ രസമലായി തന്നെ, രസമലായിയുടെ പല ഫ്ലേവർ, മാംഗോ മലായി അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒത്തിരി വെറൈറ്റി ഉണ്ട് സംഭവങ്ങൾ. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ ആ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നെ നമുക്ക് കഴിക്കണം. ഉച്ചക്കത്തെ ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല, ലഞ്ച്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പം അവിടെ കയറി നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഇതുപോലെ ഒരു ബ്രിഡ്ജ് കയറി ഇങ്ങനെ പോകണം. അപ്പോൾ ആ ഒരു ഭാഗത്തെ ഒരു വ്യൂ ആണ് ഇത്. പിന്നെ ഇപ്പം ഈ കാണിച്ച സ്വീറ്റ്സിനെല്ലാം പൈസയൊക്കെ കൊടുക്കണം. അവർ പറയുന്ന അതിൽ ഉണ്ടോ ഒരു പീസിനാണെങ്കിൽ അത്രയും അങ്ങനെ പൈസയൊക്കെ കൊടുക്കണം. അതല്ലാതെ ഈ ഒരു ഭാഗത്തെത്തുമ്പം നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രസാദം പോലെ കിട്ടും. ഇങ്ങനെ അവരുടേതായ രീതിയിൽ ചെറിയ ഒരു ഇതിനകത്ത് കുറച്ച് പ്രസാദം പോലെ കിട്ടും ഫ്രീ ആയിട്ട്. ഇത് ഞങ്ങൾ പിന്നെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചാണ്. ഇത് നമുക്ക് താലി പോലെയും വാങ്ങിക്കാം, അതല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മീൻസ് റൈസും സാമ്പാറും പിന്നെ ഒരു മെഴുക്കുവരട്ടിയോ തോരനോ അല്ലെങ്കിൽ മോരോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം മതിയെങ്കിൽ അതായിട്ടും വാങ്ങിക്കാം, പറഞ്ഞാൽ മതി. കൗണ്ടർ പറയുമ്പോൾ അതായിട്ട് വാങ്ങിക്കാം. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്, അന്നക്കുട്ട എന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് നല്ലതായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മധുരമുള്ള പായസമൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ആ പേട തിന്നുകൊണ്ട് ആ മധുരം പിന്നെ കഴിക്കാനൊരു സുഖം തോന്നിയില്ല. പേട തിന്നില്ലായിരുന്നെങ്കിൽ ആ പായസം എന്ന് പറയുന്നത് സേമിയയും അത് അവരുടെ രീതിയിലുള്ള ഒരു പായസമാണ്, ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ അവിടെ കയറി അവിടെ തന്നെ ടോയ്ലറ്റിൻ്റെ സൗകര്യമുണ്ട്. ടോയ്ലറ്റിലൊക്കെ കയറി ഞങ്ങൾ നേരെ ഇനിയിപ്പം തിരിച്ചു പോവാണ്. തിരിച്ച് നമ്മൾ ഇത് കണ്ടോ, ഫുഡ്വെയർ കളക്ഷൻ, ബാഗേജ് കളക്ഷൻ, എക്സിറ്റ്. ആ ഒരു ഇവർ ആരോ ഇട്ടിരിക്കുന്ന ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പുറത്തെത്തും. അപ്പോൾ അവിടെ കയറി നമുക്ക് ചെരുപ്പ് മാത്രം നമ്മൾ വെച്ചിട്ടുള്ളൂ, ബാഗൊന്നും വെക്കേണ്ട കാര്യമില്ല വേറെ. കാരണം ഒരു പേഴ്സും ഫോണും മാത്രമേ നമ്മുടെ കയ്യിലുള്ളായിരുന്നല്ലോ. അപ്പം അത് മാത്രം തിരിച്ച് അതൊക്കെ കയറ്റാൻ പറ്റും. പേഴ്സും ഫോണും കയറ്റാൻ പറ്റും. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് ലഗേജായിട്ട് ഇപ്പോൾ ദൂരെ നിന്ന് വരുന്നവർക്ക് തുണി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലോക്ക് റൂമിൽ വെച്ച് നമുക്കൊരു ഇത് തരും. അപ്പം അത് വാങ്ങിച്ചുകൊണ്ട് വേണം കയറാൻ. തിരിച്ചിറങ്ങുമ്പോൾ അതങ്ങ് എടുത്താൽ മതി. അതുമാത്രമല്ല ഇത് ഒത്തിരി നടക്കാനും സ്റ്റെപ്പ് കയറാനും ഒക്കെ ഉണ്ട്. ചില്ലറ കാര്യമില്ല, കുറച്ചേറെ നടക്കാനുണ്ട്. അപ്പം നടന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കയറുമ്പോൾ അത്രയും നടന്നങ്ങ് എത്തുന്നത് കൊണ്ട് നമുക്ക് കഴിക്കാനും തോന്നും. അപ്പം നമ്മൾ കഴിക്കുകയും ചെയ്യും. അതാണ് വേറൊരു കാര്യം. എന്തെങ്കിലും ഒക്കെ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുകയും ചെയ്യും, അത്രയും നടന്ന് തൊഴുത്തിട്ട് തിരിച്ച് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും. അപ്പം ഞങ്ങൾ ചെരുപ്പ് കണ്ടോ, ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോവാണ്. ഒരു കാർഡ് കൊടുക്കുമ്പം അവർ ഇത് ഒരു ജോഡി സൂക്ഷിക്കുന്നതിന് 5 രൂപയാണ്. അപ്പം ഇതുപോലൊരു കവർ ഒരു ചാക്കിനകത്ത് കെട്ടി തൂക്കിയിട്ടേക്ക്. അപ്പം നമ്മൾ നമുക്ക് തരുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിൻ്റെ ഇങ്ങനെ U34 T30 അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെക്ഷനിൽ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. അപ്പോൾ അവരെടുത്ത് തരും. എന്നിട്ട് ഈ ചാക്ക് തിരിച്ച് അവിടെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ നേരെ ഇനിയും പോകുന്നത് വീട്ടിലേക്ക് തന്നെ പോവാണ്. നമ്മൾ തിരിച്ച് മെട്രോയിലൊന്നും വരുന്നത് ഇവിടെ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഇല്ലേ ഭയങ്കര ക്ഷീണമായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്താണ് പോകുന്നത്. ക്ഷീണം കൊണ്ടാണ്. കാരണം ഇവിടുന്ന് നേരെ പിന്നെ ഇവിടം വരെ മെട്രോ വരെ നടക്കണം, പിന്നെ മജസ്റ്റിക്കിൽ ഇറങ്ങണം, പിന്നെ അത് കഴിഞ്ഞ് അതിനകത്ത് കുറേ നടക്കാനുണ്ട്. അതിനകത്ത് നടന്ന് നമ്മൾ ഇവിടെ എത്തണം. പിന്നെ ഞങ്ങളുടെ ആ ഭാഗത്തേക്കുള്ള മെട്രോ ഓടിക്കണം. അങ്ങനെ കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ യൂബർ പിടിച്ചാണ് തിരിച്ചു പോകുന്നത്. യൂബർ പിടിച്ച് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.